നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കഴിഞ്ഞ ഭാഗങ്ങളിൽ മൈക്രോസോഫ്റ്റിന്റെ വിവിധ പാർട്ടുകൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതും മറ്റും പേജ് അലൈൻമെന്റും പാരഗ്രാഫ് സെറ്റിംഗ്സും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ചെയ്യുക എന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഭാഗത്തിൽ പേജ് നമ്പർ എങ്ങനെ ഉൾപ്പെടുത്താം എന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യമായി നമ്മുടെ മെനുവിൽ ഇൻസേർട്ട് എന്ന ഓപ്ഷനിലാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ ഉള്ളത്. ഇൻസേർട്ട് എന്ന ഓപ്ഷനിൽ ഹെഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ, അതായത് നമ്മൾ ടോപ്പ് ഹെഡർ ഭാഗത്തിൽ എന്ത് ടെക്സ്റ്റ് ആണോ നൽകേണ്ടത് ആ ടെക്സ്റ്റ് നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ, ഈ ഒരു ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷനിൽ നിന്നും ഹെഡർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളുടെ വേർഡ് ഡോക്യുമെന്റിൽ എത്ര പേജസ് ആണോ ഉള്ളത് ആ പേജസ് മുഴുവൻ ഈ ഒരു ഹെഡർ ആൻഡ് ഫൂട്ടർ ഈ ഹെഡിൽ കൊടുക്കുന്ന ഓപ്ഷൻ കാണാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു ഹെഡർ ടൈപ്പ് ചെയ്തു. ഈ ഹെഡറിന്റെ അലൈൻമെന്റ്സ് ഒക്കെ നമുക്ക് ഹോം എന്ന ഓപ്ഷനിൽ പോയി സെലക്ട് ചെയ്ത് കൊടുക്കാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എവിടെയാണോ അലൈൻമെന്റ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ പേജിന്റെ ഫോണ്ടിന്റെ വലുപ്പം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോണ്ടിന്റെ സൈസ്, ഫോണ്ടിന്റെ സ്റ്റൈല് അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ഒരു ഹോം ഓപ്ഷനിലുണ്ട്. ഇതിന്റെ ഡിസൈൻസ് വരുന്നത് നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം വരുന്ന ഒരു സെപ്പറേറ്റ് മെനു ആണ് ഡിസൈൻ എന്നുള്ളത്. ഇതിൽ നിന്നും ആണ് നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷന്റെ, അതായത് ഡിസൈനുകൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡിസൈൻസ് വേണ്ടത്? പിക്ചർ വേണമെങ്കിൽ പിക്ചർ അവിടെ ഹെഡറിന്റെ സ്ഥാനത്ത് കൊടുക്കാം. ക്ലിപ്പ് ആർട്സ് ഏതെങ്കിലും മതിയെങ്കിൽ ക്ലിപ്പ് ആർട്സ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഹെഡർ എന്ന ഓപ്ഷനിൽ മെയിനായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഇതാണ്. ഇതിൽ നിന്നും ഒട്ടനവധി ഡിസൈൻസ് നിങ്ങൾക്കുണ്ട്. ഏത് ഡിസൈൻ വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹെഡറിൽ നിന്നും ഏത് ഡിസൈൻ, ഏത് ടൈപ്പാണ് ഹെഡർ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ പിക്ക് ദ ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ടൈപ്പ് ചെയ്യാനുള്ള എന്താണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്താൽ. ഞാൻ പറഞ്ഞു, ഈ ഒരു ഹെഡർ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ തുടർന്ന് നിങ്ങൾക്ക് എത്ര ഡോക്യുമെന്റ്സ്, എത്ര പേജുകളുണ്ടോ ആ പേജുകളിൽ മൊത്തം ഈ ഒരു ഓപ്ഷൻ കാണിക്കുമെന്ന് പറയും. ഇതവിടെ ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവുണ്ടോ? നമുക്ക് എത്ര ഓപ്ഷൻ ഉണ്ടോ, എത്ര പേജുകളുണ്ടോ ആ പേജുകളിലൊക്കെ നമുക്ക് ഈ ഹെഡർ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഫൂട്ടർ ഓപ്ഷനാണ്. ഫൂട്ടർ ഓപ്ഷൻ നമ്മൾ ഗോ ടു ഫൂട്ടർ എന്നുള്ളതിൽ നിന്ന് ഫൂട്ടർ ഓപ്ഷനിലേക്ക് പോകാം. ഈ ഫൂട്ടർ ഓപ്ഷനിൽ എന്താണോ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അലൈൻമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്ത് വേണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതേപോലെ അലൈൻമെന്റ്സ് ചെയ്യാം. ഫോണിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണിന്റെ കളർ മാറ്റാവുന്നതും എല്ലാം നമുക്ക് സാധാരണയായി യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഹോം ബട്ടണിൽ തന്നെ യൂസ് ചെയ്യാം. തൊട്ടപ്പുറത്താണുള്ളത് ഇത് പേജ് നമ്പേഴ്സ്. ഈ പേജ് നമ്പറാണ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിസൈൻ എന്ന ഓപ്ഷനിലും ഇൻസേർട്ട് എന്ന ഓപ്ഷനിലും പേജ് നമ്പർ ഇവിടെ കാണാം. ഒരു പേജ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഓഫ് ദി പേജ്, ബോട്ടം ഓഫ് ദി പേജ്, പേജ് മാർജിൻസിലാണോ, സൈഡിൽ കൂടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സാധാരണ ബോട്ടം ഓഫ് ദി പേജിൽ കാണാറുണ്ട്, പേജ് നമ്പേഴ്സ് കാണാറുണ്ട്. ഇതിൽ നിന്നും നമുക്ക് വേണ്ട ഓപ്ഷനുകളൊന്നും സെലക്ട് ചെയ്യാം. ഇവിടെ ഒട്ടനവധി ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതിൽ നിന്നോട്ട് നമുക്കൊന്ന് സെലക്ട് കൊടുക്കാൻ പറ്റും. പേജ് നമ്പർ 1, പേജ് നമ്പർ 2, നമ്മളിങ്ങനെ എത്ര പേജിൽ സെലക്ട് ചെയ്യുന്നോ അത്രയും പേജുകൾ ഈ ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് മെയിനായിട്ട് ഇൻസേർട്ട് എന്ന മെനുവിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷൻ വീണ്ടും ഒന്നുകൂടി സെലക്ട് ചെയ്യണം. ഇൻസേർട്ട് എന്ന മെനുവിലാണുള്ളത്. ഇത് ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഡിസൈൻ എന്ന ഓപ്ഷൻ ക്ലോസ് ചെയ്താൽ ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ ക്ലോസ് ആയിട്ട് എടുക്കും. ഇവിടെ ചെറുങ്ങനെ ഹൈഡൈറ്റ് ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹൈഡൈറ്റ് ആയിരിക്കും നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക. ഇത് നമുക്ക് വീണ്ടും എഡിറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വീണ്ടും എനേബിൾ ആക്കി തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഡിസൈൻ എന്ന ഓപ്ഷനിൽ ക്ലോസ് ഫൂട്ടർ ഉണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് പേജിന്റെ സെന്ററിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഓപ്ഷനിലേക്ക് നമുക്ക് തിരിച്ചു പോകുന്നതാണ്. ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഭാഗത്ത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് പേജ് നമ്പർ കൊടുക്കുന്നത് നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പേജ് നമ്പർ വേണ്ട എന്നുണ്ടെങ്കിൽ റിമൂവ് പേജ് നമ്പേഴ്സ് കൊടുക്കാം. ഇതേപോലെ തന്നെ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ ഉണ്ട്, റിമൂവ് കൊടുക്കാം. ഫൂട്ടർ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഫൂട്ടർ ഓപ്ഷൻ കൊടുക്കാം. സാധാരണ വഴിയിലേക്കാവും. ഇത്രയാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷൻ ഉള്ളത്. ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളായി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും. എന്തെങ്കിലും സംശയമുള്ളവർ കമന്റായി ചോദിച്ചാൽ ഞാൻ കമന്റ് പറഞ്ഞു തരുകയും ചെയ്യുന്നതാണ്.
ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഇത്തരം വീഡിയോകൾ ദിവസവും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ ലഭിക്കുന്നതിനു വേണ്ടി ഫേസ്ബുക്കിൽ അബ്ദുൽ മുനീർ NK എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം ലൈക്ക് എന്ന ഓപ്ഷനിൽ പോസ്റ്റ് ഇൻ ന്യൂസ് ഫീഡ് എന്നത് സി ഫസ്റ്റ് എന്ന് ചെയ്തിട്ടാൽ ദിവസവും നിങ്ങളുടെ ടൈം ലൈനിൽ പുതിയ പോസ്റ്റുകൾ അപ്ഡേറ്റ് ആയി ലഭിക്കും.